ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ബട്ടർഫ്ലൈകൾ എങ്ങനെയുണ്ട് കാണാൻ? നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇത് ഓർഗാനിസം മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈ ഒരെണ്ണത്തിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ബട്ടർഫ്ലൈസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഹെയർ ക്ലിപ്പുകളും ഹെയർ ബാൻഡും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടർഫ്ലൈനോട് മാച്ചായിട്ട് വരുന്ന ഒരു കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റെഡും യെല്ലോയും കൂടിയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് സെലക്ട് ചെയ്തത്. അതിന് മാച്ചായിട്ട് റെഡ് കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഓർഗാൻസ ബട്ടർഫ്ലൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് വരച്ചെടുക്കുമ്പോൾ നമുക്ക് വേറെ ഒരു സ്റ്റെൻസിലിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല നമുക്ക് ഈ ഒരു സെയിം ഷേപ്പിൽ വരുന്നൊരു ബട്ടർഫ്ലൈ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ ഒരു വലുപ്പത്തിലാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഫോം ഷീറ്റിലുള്ള ബട്ടർഫ്ലൈ കുറച്ച് വലുതാണ്. ഇനി നമ്മൾ ഗോൾഡൻ കളർ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഒരു മെറ്റൽ വയർ എടുത്തിട്ടുണ്ട്. അതും ഗോൾഡൻ കളറാണ്. അതിന് നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലൂടെ കോർക്കാനായിട്ട് 5 mm വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു വൈറ്റ് ബീഡിനെ ഇതുപോലെ നമ്മുടെ മെറ്റൽ വയറിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. ശേഷം അതിനെ ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്രയും നീളത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ബാക്കി വരുന്ന വയറിൽ ഇതുപോലെ ഒരു ബീഡ്സ് കൂടെ കോർത്തെടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ നേരത്തെ പിരിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ സെയിം നീളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെ വരുന്ന ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് അത് ഒന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്നുകൂടെ ഒന്ന് പിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് കിട്ടും. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു കൊമ്പ് പോലെയുള്ള ഭാഗമില്ലേ, അതാണ് നമ്മൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാനാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരില്ലേന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കളറിൽ വരുന്നത് സെലക്ട് ചെയ്താൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. സാധാരണ നമുക്ക് കിട്ടുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അതെനിക്ക് ഇത്രത്തോളം ക്വാളിറ്റി തോന്നിയിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞു പോരുന്നതായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് എല്ലാ ഭാഗവും കറക്റ്റാക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ചുകൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് അതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഇതുപോലെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിന് നമ്മുടെ ബട്ടർഫ്ലൈ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ബട്ടർഫ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗോൾഡൻ കളർ ഹെയർ ബാൻഡിലോ അതല്ലെങ്കിൽ സിൽവർ കളറിലോ ഒക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഞാനിതുപോലെ പല കളറിലും ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്. അതിന് മാച്ചായിട്ട് വരുന്ന രീതിയിലുള്ള ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ആ ഒരു പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതുപോലെ ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഹെയർ ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.